അതെ ഫിൽ, നിങ്ങൾ ആരുടെ പുറകെയാണോ അവരുടെ പിന്നാലെ ഞങ്ങളുമുണ്ട്. ആഗ്നസ് പറഞ്ഞു തുടങ്ങി. ജി സിൻഡിക്കേറ്റ് ഇപ്പോൾ നിധികൾ തേടി ഇറങ്ങിയിരിക്കുകയാണ് എന്നാണ് CIA അനുമാനം. അത് കേട്ട് ഫിൽ ചിരിക്കുന്നു. അതേ മിസ്റ്റർ ഫിൽ, അവർ ഇപ്പോൾ കെട്ടുകഥകൾക്കും ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾക്കും പുറകെയാണ്. മിസ്റ്റർ ഫിൽ, ഏജന്റ് ബെല്ല, നിങ്ങൾ നിങ്ങൾ ലീമയിലെ നിധിശേഖരത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? കോക്കസ് ദ്വീപിൽ മറയ്ക്കപ്പെട്ടു എന്ന് വിചാരിക്കുന്ന ലീമയിലെ നിധിശേഖരം. അത് കേട്ട് ബെല്ലയും ഫില്ലും ആശ്ചര്യത്തോടെ ഇല്ല എന്ന് പറഞ്ഞു. ആഗ്നസ് വീണ്ടും സംസാരിച്ചു തുടങ്ങി. ലീമയിലെ ആ നിധിയുടെ കഥ 1820കളിൽ പെറുവിലെ അധികാര തർക്കങ്ങളുടെ പേരിൽ അത്രയും നാൾ പെറു ഭരിച്ചിരുന്ന സ്പാനിഷ് ഭരണാധികാരികൾ പെറുവിനെ സ്വതന്ത്രമാക്കി തിരിച്ചു പോരുവാൻ തീരുമാനമെടുക്കുന്നു. അങ്ങനെ അളവറ്റ സ്വർണവും മറ്റു വിലമതിക്കാനാകാത്ത വസ്തുക്കളും പെറുവിൽ നിന്നും കടത്തുന്നതിൻ്റെ ഭാഗമായി സ്പാനിഷ് പടയാളികൾ അവയെല്ലാം ഒരു വലിയ ചരക്ക് കപ്പലിൽ കയറ്റി. ഒരു വില്യം തോംസൺ ആയിരുന്നു ആ കപ്പലിൻ്റെ കപ്പിത്താൻ. എന്നാൽ യാത്രാമധ്യേ ദുരാഗ്രഹിയും ക്രൂരനുമായ ക്യാപ്റ്റനും അയാളുടെ സംഘവും ചേർന്ന് സ്പാനിഷ് സൈനികരെയും പൗരന്മാരെയും വധിച്ച് ആ നിധി കൈക്കലാക്കുന്നു. എന്നിട്ടവർ ആ നിധിശേഖരം ഇന്നത്തെ കോസ്റ്റോറിക്കൻ നാഷണൽ പാർക്കായ കോക്കസോ ഐലൻഡിൽ എവിടെയോ കുഴിച്ചിടുന്നു. എന്നാൽ ഈ വിവരം അറിഞ്ഞ സ്പാനിഷ് ഭരണാധികാരികൾ സാഹസികമായി ക്യാപ്റ്റൻ വില്യം തോംസനെ പിടികൂടി വിചാരണ നടത്തി വധിക്കുന്നു. കൂടാതെ ക്യാപ്റ്റന്റെ സംഘത്തിലുള്ളവരെയും വധിക്കുന്നു. എന്നാൽ അവർ കുഴിച്ചിട്ടു എന്ന് പറയപ്പെടുന്ന ആ നിധി ഇത്രയും നാളായി കണ്ടെത്താനായിട്ടില്ല. പല ആളുകളും അതിനായി യഥാശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. സമുദ്ര ഗവേഷകരും ആർക്കിയോളജിസ്റ്റുകളും ഒക്കെ അടങ്ങുന്ന സംഘങ്ങൾ അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വരെ നിധി അന്വേഷിച്ചിട്ടും ഇതുവരെ ഒരു തുമ്പും കിട്ടിയില്ല. ആഗ്നസ് പറഞ്ഞു നിർത്തി. ഇത്രയും കേട്ട് കഴിഞ്ഞ് ഫിൽ പറഞ്ഞു, അതെ ആഗ്നസ്, താങ്കൾ പറഞ്ഞതെല്ലാം സത്യമായിരിക്കും. എന്നാലും ഇത്രയും നാൾ സീ സിൻഡിക്കേറ്റിനെ നിരീക്ഷിച്ച ഒരു പരിചയ സമ്പത്ത് കൊണ്ട് പറയുകയാണ്, അവർ ഇമാതിരി പഠിക്കൊന്നും ഇറങ്ങാൻ വഴിയില്ല. ആഗ്നസ് മറുപടിയായി പറഞ്ഞു, ഓക്കെ ഫിൽ, തരാൻ ഒരു സോളിഡ് പ്രൂഫും ഇല്ല, ബട്ട് ചില സൂചനകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാ ഈ വീഡിയോ നോക്കൂ. ഇതിൽ കാണുന്നത് ഒരു കോസ്റ്റോറിക്കൻ യുവതിയാണ്. അവൾ ഒരു ഇൻസ്റ്റാഗ്രാം സെലിബ്രിറ്റിയാണ്. അവൾ കഴിഞ്ഞ ആഴ്ച കോക്കസോ ഐലൻഡിൽ വെച്ച് ചെയ്ത ഒരു ലൈവ് സ്ട്രീമാണ്. ഇതിൽ അവളോടൊപ്പം കാണുന്ന ആ ആൾക്കാർ അവരാരൊക്കെയാണെന്ന് നോക്കിയേ. ബെല്ല, അത് അവരല്ലേ? ആ ബെന്നോവനും വിയേരയും ഫിൽ ബെല്ലയോട് പറഞ്ഞു. അതെ ഫിൽ, അത് അവരാണ്, ബെല്ല മറുപടി പറഞ്ഞു. ഫിൽ തുടർന്നു, അല്ല ആഗ്നസ്, അവർ വെക്കേഷൻ ചിലവഴിക്കാൻ വന്നതാകില്ലേ? അതെ, അതിനും സാധ്യതയുണ്ട്, ബെല്ലയും പറഞ്ഞു. ഓക്കെ ഫിൽ, ഈ ചിത്രം നോക്കൂ. കോസ്റ്ററിക്ക പനാമ ബോർഡറിൽ വെച്ച് പകർത്തിയതാണ്. ഇതിൽ സാറ്റലൈറ്റ് ഫോണുമായി വിയേര നിൽക്കുന്നുണ്ട്. സോ ദേ ആർ പ്ലാനിങ് സംതിങ് ബിഗർ. തീർന്നിട്ടില്ല, ഇതുകൂടി കാണൂ. കോസ്റ്ററിക്ക പനാമ ബോർഡറിലെ ഫ്രീ വേയിൽ നിന്നും പകർത്തിയ ചിത്രമാണിത്. ഇത് ഏത് കമ്പനിയുടെ ട്രക്കാണെന്നും ആ ട്രക്കിനുള്ളിൽ ജെറ്റ് സ്കീ മാത്രമല്ലെന്നും നിങ്ങൾക്കും ഉറപ്പല്ലേ? ഫിൽ ആശ്ചര്യത്തോടെ സ്വയം പറഞ്ഞു. സ്കീ ഓവൻ ഓൺ ബൈ ബെൻ ഓവൻ. സോ ദേ ആർ റിയലി പ്ലാനിങ് സംതിങ് ബിഗ്. യെസ് ബെല്ല, യെസ് ഫിൽ, ഇഫ് യു ക്യാൻ കണക്ട് ദ ഡോട്ട്സ്. അവർ എന്തിനുള്ള പുറപ്പാടാണ് എന്നതിനുള്ള ഉത്തരം കിട്ടും. ആഗ്നസ് പറഞ്ഞു നിർത്തി.